10 കിലോന്റെ ചെമ്പല്ലിയുടെ ഒരു മീൻ മുളിട്ടതാണ്. അതിന്റെ കോമ്പിനേഷനായിട്ട് പൂള പൊങ്ങിയത്. കോഴിക്കോടുള്ള ആളുകൾ പൂള എന്ന് പറയും, പുറത്തുള്ള ആളുകൾ എന്ത് പറയും? കപ്പ. അതിന് പല പേരിൽ അറിയപ്പെടുന്ന സാധനമാണ് കൊള്ളി. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന സാധനമാണ് ഇന്നത്തെ ഫുഡ്. ആ, ഇത് ഏതാണ്ട് 10 കിലോ മീന് 32 പേർക്കാണ്. 32 പേർക്ക് 10 കിലോ മതിയാവുമോ? പിന്നെ വേണമെങ്കിൽ ബിരിയാണി ഉണ്ടല്ലോ. പച്ചമുളക് 10 കിലോ അതിലേക്ക് ഇത് 280 ഗ്രാം. 10 കിലോ മീനിലേക്ക് 280 ഗ്രാം മുളക്. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ എത്ര കിലോന്റെ മീൻകറി ഉണ്ടാക്കുന്നത്? 10 കിലോ. 10 കിലോന്റെ മീൻകറി. വെരി ഗുഡ്. മുളക് എന്താ മീൻ നിന്ന് ഉപയോഗിക്കുന്നത്? ചെമ്പല്ലി. ഒരു മീൻ ഒറ്റ ചെമ്പല്ലിയാണല്ലേ? 3 ചെമ്പല്ലി. അപ്പൊ 3 കിലോന്റെ 3.25 കിലോന്റെ 3 ചെമ്പല്ലി. ഞാനതിന് ഇത് കാണിക്കുകയാണ്. സാധനം റെഡിയാണ്ട് നമ്മളെ കുക്ക് ടേസ്റ്റ് നോക്കുന്നത്. എന്താ ടേസ്റ്റിന്റെ കറക്റ്റ് അല്ലേ? ഉപ്പ് നോക്കിയതാണ് അല്ലേ? ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. ആ, അസിസ്റ്റന്റ് അറബിക് ഫുഡിന്റെ ഹെഡും നാടൻ ഫുഡിന്റെ അസിസ്റ്റന്റുമായിട്ടുള്ള ആള് ചെക്ക് ചെയ്ത് എന്താ ഉപ്പ് റെഡിയാണോ? ആ, അത് ശരി. 2 പ്രാവശ്യമായിട്ട് ഉപ്പിടാം. മാങ്കുയിലെ പൂങ്കുയിലെ തേടി വന്നേ കേള് മാലയിട തേടി വരും നാളെ ഇന്ന നാള്. മാലയിട തേടി വരും നാളെ ഇങ്ങ നാള്. മാങ്കുയിലെ പൂങ്കുയിലെ തേടി വന്നേ കേള് നല്ലനെ സുത്തി വന്ന നാളെ. മാങ്കുയിലെ പൂങ്കുയിലെ മാലയിട തേടി വരും നാളെ ഇങ്ങ നാള്. മനുഷ്യനെ സ്നേഹിച്ചു പോയി മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കി. മനുഷ്യനെ സ്നേഹിച്ചു പോയി മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്കി. അവിടെ ഗാദിക്കും പോരാമെന്നാക്കി. പരപ്പ് പഴത്തോട് പിരിശത്തിൽ നിന്നോടി. പഴത്തോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോടി. അന്യോന്യം പോരാടി നിൽക്കേണ്ട ഉന്നാരങ്ങൾ പള്ളികൾ തീർക്കേണ്ട. അമ്പലമോതുകയില്ല അമ്പലവും മസ്ജിദുമെല്ലാം അന്യകാലമോതുകയല്ലോ. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോടി. അന്യോന്യം പോരാ
ഈ മായിയുടെ മോളുണ്ടെന്ന് അന്നല്ല എൻ ബാപ്പ പറഞ്ഞതോർമ്മ ഈ മായിയുടെ മോളുണ്ടെന്ന് മായിയുടെ മോളെ ഞാൻ ആകെ കുഴപ്പത്തില്ല അവൾ കാലത്തെ കേൾക്കില്ല മടിക്കില്ല പല്ലും തുടി കേൾക്കൂല പറയാതെ കൈയടിക്ക് നിങ്ങളെ അങ്ങനല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങളെ ഫുഡിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് നിങ്ങളിത് പഠിച്ചത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ അതിനുള്ള മറുപടി ഞാൻ തരാം.